വചനസാരെ വേരൂന്നി ഞാൻ വളർന്നിടാൻ ഉലകവേലിൽ വാടിടാത്ത തളിർച്ചൂടിടാൻ വചനസാരെ വേരൂന്നി ഞാൻ സമയം ഫലമേകും നൽതരുവാകാൻ അരുൾക ദേവാ നൽവരങ്ങൾ അധികം അനവരതം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നോമ്പുകാലം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 13:34 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അവൻ്റെ കുടുംബത്തിലും പ്രവർത്തന മേഖലകളിലും സാമൂഹിക മണ്ഡലങ്ങളിലും ക്രിസ്തുവുമായി താതാത്മ്യം പ്രാപിച്ചതായിരിക്കണം. അതിൽ നമ്മെ നയിപ്പാനായി പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ 14:26 ഇപ്രകാരം പറയുന്നു: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്മിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും ഉജ്ജ്വലിപ്പിക്കുവാനും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഫലങ്ങളാൽ നാം നിറയപ്പെടുവാനും ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാവനാത്മാവേ പാത കാട്ടണമേ, പാതയിൽ ഒളിയായി എന്നെ പാലിച്ചിടണമേ. Have a blessed Lent season. Thank you.